രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ ധർമ്മപദം ക്ലാസ് 29ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നാരായണീയത്തിന്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണന്റെ കാമുകി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അടുക്കിനും ചിട്ടയ്ക്കും റിസർച്ച് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്, എല്ലാ വെള്ളിയാഴ്ചയും 12 മണിക്ക് ധർമ്മപദത്തിൻ്റെ ക്ലാസ്, മോക്ഷം വേണമെന്നുള്ളവർക്ക്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് ചേരണമെന്നുള്ളവർ ഞാൻ കൊല്ലത്താണ്, എന്നെ വിളിച്ചാൽ മതി. എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, 9645333999. ജ്യോതിഷ ആഗ്രഹമുള്ളവർക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്നെ വിളിച്ചാൽ മതി. പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീത കേൾക്കുക. കുടുംബമായി താമസിക്കുന്നവർ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്നീ വീഡിയോകൾ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേഹും. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പം ധർമ്മപദം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്, നിശ്ചയമായും കാണണം. അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ഈ ചൊവ്വാഴ്ച റിലീസായ രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിശ്ചയമായും കാണണേ. അതില്ലെങ്കിൽ ഒരു തീരാ നഷ്ടം തന്നെയാണ്. രാധയെ പൂജിച്ചാൽ ഈ ചൊവ്വാഴ്ചയാണ് ഞാൻ അത് ഇറക്കിയത്. ലിങ്ക് വേണ്ടവർക്ക് ലിങ്ക് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ശ്രീബുദ്ധൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ശ്രീബുദ്ധൻ എന്താ പറഞ്ഞിരിക്കുന്നത്?
ദുഷ്ചെയ്തികളുടെ ഒരു 100 വർഷങ്ങളേക്കാൾ ഭേദമത്രേ ധ്യാനം അഥവാ ഏകാഗ്രതയിൽ കഴിയുന്ന ഒരു ദിവസം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോണം, ബുദ്ധൻ പറയുന്നത് ദുഷ്ചെയ്തികളുടെ ഒരു 100 വർഷങ്ങളേക്കാൾ ഭേദമത്രേ ഏകാഗ്രത, അതായത് ധ്യാനം, ഏകാഗ്രതയിൽ കഴിയുന്ന ഒരേ ഒരു ദിവസം. 100 ദിവസം ദുഷ്പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നതിനെക്കാട്ടിയും ഒരൊറ്റ ദിവസം ധ്യാനത്തിൽ മറ്റൊന്നും ചിന്തിക്കാതെ കഴിയുന്നത് ഭേദം. തീർന്നില്ല. അലസതയുടെ ഒരു 100 വർഷങ്ങളേക്കാൾ ഭേദമത്രേ നിശ്ചയദാർഢ്യത്തിൽ കഴിയുന്ന ഒരു ദിവസം. അലസനായി നിങ്ങൾ കഴിയുന്നതിനേക്കാൾ ഉറച്ച തീരുമാനത്തിൽ, ആ തീരുമാനം വേറെ അർത്ഥമാണ്, ഉറച്ച തീരുമാനത്തിൽ ചിന്തകളെ അടക്കി മുന്നോട്ട് പോകുന്നതാണ്. അതേ കണക്ക് തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അജ്ഞതയുടെ ഒരു 100 വർഷങ്ങളേക്കാൾ ഭേദമത്രേ പ്രതിഫലനത്തിൽ കഴിയുന്ന ഒരു ദിവസം. നിങ്ങൾ അജ്ഞതയിൽ 100 വർഷം കഴിയുന്നതിനേക്കാൾ ഭേദമാണ് പ്രതിഫലനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ രൂപം നിങ്ങൾ സ്വയം കാണുക. അതൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. ഇവിടെ ഈ വരികളിലൂടെ ബുദ്ധൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബുദ്ധൻ തന്നോട് തന്നെ പല ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബോധോദയം കിട്ടിയതിന് ശേഷം ബുദ്ധൻ ജനങ്ങളോടും ആ ചോദ്യം ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളുണ്ട്. അതാണ് ഇവിടെ ഞാൻ കൊണ്ടുവരുന്നത്. ബുദ്ധനാകുന്നതിന് മുമ്പ് സിദ്ധാർത്ഥ രാജകുമാരനായിരുന്ന സമയത്ത് തന്നോട് തന്നെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 4 ചോദ്യം. അതുപോലെ അദ്ദേഹം ബുദ്ധനായി തീർന്നതിന് ശേഷവും ജനങ്ങളോട് 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നേരത്തെ പറഞ്ഞ ശ്ലോകം. ബുദ്ധൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, എന്താണ് യഥാർത്ഥ സന്തോഷം? അത് നമുക്ക് പ്രവർത്തിച്ച് നേടിയെടുക്കാൻ സാധ്യമാണോ അതോ നൈമിഷികമാണോ, ഒരു നിമിഷത്തേക്ക് വന്ന് ഇല്ലാതാകുന്നതാണോ? അപ്പൊ ബുദ്ധന്റെ കുറിക്കുകൊള്ളുന്ന ഒന്നാമത്തെ ചോദ്യം, എന്താണ് സന്തോഷം? വാട്ട് ഈസ് ഹാപ്പിനെസ്? സന്തോഷം എന്നാൽ എന്താണ്? അത് നിങ്ങൾക്ക് സ്വയം പ്രയത്നിച്ച് നേടിയെടുക്കാൻ പറ്റുമോ? ഒരു നിമിഷ നേരത്തേക്ക് മാത്രമുള്ളതാണോ? നമ്പർ 2, ജീവിതം ഒരു സ്വപ്നമാണോ? അതിൽ എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെ ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ അത് സത്യമാണെന്ന് തോന്നും. അതുപോലെ ഈ ജീവിതവും നമ്മൾ ആ ബ്രഹ്മലോകത്ത് എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന നമ്മൾ കാണുന്ന ഒരു സ്വപ്നമാണോ? ഈ ജീവിതത്തിൽ എന്തെങ്കിലും വാസ്തവികത ഉണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ജീവിതം പിറവി അഥവാ ജനനത്തിൽ ആരംഭിക്കുകയും പട്ടടയിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം മാത്രമാണോ? ജീവിതം എന്ന് പറയുന്നത് പിറവിയിൽ ആരംഭിക്കുകയും പട്ടടയിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം മാത്രമാണോ? 4, ജനനത്തെയും മരണത്തെയും അതിജീവിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ജനനത്തെയും മരണത്തെയും അതിജീവിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ബുദ്ധൻ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നു. 1, എന്താണ് യഥാർത്ഥ സന്തോഷം? നേടിയെടുക്കാൻ പറ്റുമോ? 2, ജീവിതം ഒരു സ്വപ്നമാണോ? അതിന് എന്തെങ്കിലും വാസ്തവം ഈ ജീവിതത്തിൽ ഉണ്ടോ? 3, ജീവിതം പിറവിയിൽ ആരംഭിക്കുകയും പട്ടടയിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒന്നാണോ? 4ാമത്തെ ചോദ്യം, ജനനത്തെയും മരണത്തെയും അതിജീവിക്കുന്ന എന്തെങ്കിലും ഒന്ന് ജീവിതത്തിനകത്ത് ഉണ്ടോ? ഈ 4 ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തണമെന്നാണ് ബുദ്ധൻ പറയുന്നത്. അത് കണ്ടെത്താനുള്ള വഴി ബുദ്ധൻ നമുക്ക് എന്ത് ചെയ്യുന്നു? പറഞ്ഞു തരുന്നു. എങ്ങനെയാണ് നിങ്ങളത് സ്വയം കണ്ടെത്തുന്നതെന്നാണ് പറയുന്നത്. ബുദ്ധൻ പറയുന്നു,
ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്പർ 1 നിങ്ങൾ ദുഷ്പ്രവർത്തികൾ ഉപേക്ഷിക്കണം. എന്താണ് ദുഷ്പ്രവർത്തി? ദുഷ്പ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ കൊല്ലുക, പിടിച്ചു പറിക്കുക, അതൊന്നുമല്ല. ബുദ്ധൻ പറയുന്നു, നിങ്ങൾ ബോധപൂർവമല്ലാതെ ചെയ്യുന്ന ഏതു പ്രവർത്തികളും ദുഷ്പ്രവർത്തിയാണ്. പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേറൊരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പേരാണ് ദുഷ്പ്രവൃത്തി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്നതെല്ലാം ദുഷ്പ്രവൃത്തികളാണ്. ഇപ്പം നിങ്ങൾ കുളിക്കുന്നു, വേറെ പല കാര്യങ്ങൾ ചിന്തിച്ച് കുളിക്കുന്നത് കൊണ്ട് ഈ കുളിയെ ബുദ്ധൻ പറയുന്നത് ദുഷ്പ്രവർത്തികൾ എന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന സകല പ്രവർത്തികളും, മതപരമായ കർമ്മങ്ങളും ദാനധർമ്മങ്ങൾ ഉൾപ്പെടെ ദുഷ്പ്രവർത്തികളാണ്. നിങ്ങൾ ചെയ്യുന്ന മതകർമ്മങ്ങളും ദുഷ്പ്രവർത്തിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ക്യൂ ഇരിക്കേണ്ടി വരും. ഉത്സവ സമയമാണെങ്കിൽ 6-5 മണിക്കൂർ ഇരിക്കേണ്ടി വരും. ഈ 2 മണിക്കൂർ ഇരുന്ന് നിങ്ങൾ ഗുരുവായൂരപ്പനെ ചെന്ന് കാണുന്നത് പുണ്യപ്രവർത്തിയോ ദുഷ്പ്രവർത്തിയോ? അപ്പൊ നിങ്ങളുടെ ഉത്തരം എനിക്കറിയാം. സാറെന്തുവായി ചോദിക്കുന്നത്? ഗുരുവായൂരപ്പനെ കാണുന്നത് പിന്നെ പുണ്യപ്രവർത്തിയല്ലേ? ബുദ്ധൻ പറയുന്നു, ഈ 2 മണിക്കൂർ നിങ്ങൾ, അതായത് ക്യൂവിൽ നിൽക്കുകയാണ്, 2 മണിക്കൂർ എടുത്താണ് ഗുരുവായൂർ അമ്പലത്തിനകത്ത് നിങ്ങൾ കയറുന്നത്. ഈ 2 മണിക്കൂർ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ നാരായണ 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 നാരായണ, അല്ലെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ വിഷ്ണു സഹസ്രനാമമോ മറ്റോ ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നു. ഓർമ്മ വേണം, വിഷ്ണു സഹസ്രനാമം ചൊല്ലിയത് കൊണ്ടാകില്ല. വരി നിൽക്കുന്ന പലരും വിഷ്ണു സഹസ്രനാമം ചൊല്ലും, മനസ്സ് പലയിടത്തും പോകും. അതല്ല, നിങ്ങൾ ഒന്നുകിൽ ഈ 2 മണിക്കൂറും നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ, വേറെ ചിന്തകളൊന്നുമില്ല. അതല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു. എന്തായാലും ഭഗവാൻ നാരായണനെ സ്മരിച്ചുകൊണ്ടാണ് ആ ബിംബത്തിന്റെ അടുക്കൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി പുണ്യപ്രവൃത്തി ആകുന്നു. അതല്ല അവിടെ ഇരുന്ന് കൊച്ചു വർത്താനം പറഞ്ഞ് നാട്ടുവർത്താനം പറഞ്ഞ് ആ കാര്യം, ഈ ക്യൂ നീങ്ങുന്നില്ലല്ലോ, ഇനി എപ്പോഴാ ഇത് തുറക്കുന്നത്, ഓ എനിക്ക് വയ്യടേ, വെള്ളം കുടിക്കണോടെ, ഇങ്ങനെ 1000 കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് അകത്ത് കയറുമ്പോഴും പിന്നെയും ഇങ്ങനെ നിൽക്കുക, തള്ളിൻ്റെ ഇടയിൽ വേറെ ചിന്തിച്ചുകൊണ്ട് നിന്ന് ഗുരുവായൂർ അമ്പലത്തിനകത്ത് ആ പ്രതിമ ഇരിക്കുന്നിടത്തോട്ട് വരുമ്പം കൃഷ്ണ 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 ഗുരുവായൂരപ്പ എന്നാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ബുദ്ധൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് ദുഷ്പ്രവൃത്തി. കാരണം ഏത് അമ്പലവും ഏത് മന്ത്രവും വെച്ചിരിക്കുന്നത് ചിന്തകളെ അടക്കി ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരും. പക്ഷേ എൻ്റെ നോട്ടത്തിൽ, ശ്രീബുദ്ധൻ്റെ നോട്ടത്തിൽ അത് ദുഷ്പ്രവർത്തികളാകുന്നു. നിങ്ങൾ സഹസ്രനാമം വായിക്കും, എൻ്റെ നോട്ടത്തിൽ ആ സഹസ്രനാമം നിങ്ങൾ വായിക്കുന്നത് ദുഷ്പ്രവർത്തിയാണ്. കാരണം സഹസ്രനാമം, ഇപ്പൊ രാധാ സഹസ്രനാമം വായിക്കുന്നു, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം വായിക്കുന്നു. സഹസ്രനാമം വായിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അത് അവസാനിപ്പിക്കുന്നത് വരെ വിഷ്ണു സഹസ്രമാണെങ്കിൽ വിഷ്ണുവിനെ മാത്രം സ്മരിക്കുന്നു, രാധാസഹസ്രമാണെങ്കിൽ രാധാജിയെ, ശിവസഹസ്രമാണെങ്കിൽ ശിവനെ മാത്രം സ്മരിക്കുന്നു. മറ്റൊരു ചിന്തകളും മനസ്സിൽ കടന്നു വന്നിട്ടില്ല എങ്കിൽ അത് പുണ്യപ്രവൃത്തി. അതല്ല, വിഷ്ണു സഹസ്രനാമം, വിഷ്ണുവിൻ്റെ 1000 നാമം വായിച്ച് തീരുന്നതിനിടയ്ക്ക് വെച്ച് 1000 കാര്യങ്ങൾ ചിന്തിച്ചു, മനസ്സിടയ്ക്കൊക്കെ ഓടിപ്പോകുന്നു എങ്കിൽ അതേതാകുന്നു? ദുഷ്പ്രവൃത്തി ആകുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് ദുഷ്പ്രവർത്തികളാകുന്നു. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ ആരെങ്കിലും ആണ്ടോയൊക്കെ വരുന്നു, അപ്പൊ നിങ്ങളൊരു അനാഥാലയത്തിൽ കൊണ്ടുവന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കുന്നു, ദുഷ്പ്രവർത്തിയാണ്. എന്തുകൊണ്ട് ദുഷ്പ്രവർത്തി? പൂർണ്ണമായ ആത്മാർത്ഥതയോടു കൂടിയാണെങ്കിൽ ആ കുട്ടികൾ, അനാഥാലയത്തിൽ താമസിക്കുന്നവർ സത്യത്തിൽ ഈ ഇഡ്ഡലി തിന്ന് അവർ മടുത്ത് കിടക്കുക. എല്ലാവരും
കാശ് ലാഭമുണ്ട്, എളുപ്പമുണ്ട്. അതുകൊണ്ട് രാവിലെ കൊണ്ട് ചെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് എന്നും ഇഡ്ഡലിയാ, തിങ്കൾ ഇഡ്ഡലി, ചൊവ്വ ഇഡ്ഡലി, ബുധൻ ഇഡ്ഡലി ആളുകൾ കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് ഉച്ചയ്ക്കാണെങ്കിലോ ചുമ്മാതെ കുറച്ച് ചോറും വെജിറ്റേറിയൻ ചോറും. അവരാരും ഇങ്ങനെ വരുന്നവല്ല, അവർക്ക് ഇച്ചിരി നോൺ വെജൊക്കെ വേണം. അതേസമയം ആത്മാർത്ഥതയുള്ളവര് എന്താ ചെയ്യുന്നത്? അപ്പൊ ഈവൻ വെജിറ്റേറിയൻസ് തന്നെ അനാഥാലയത്തിൽ ഇത് കൊടുക്കുമ്പോൾ രാവിലെ അവർക്ക് ഒന്നുകിൽ അപ്പവും മുട്ടക്കറിയും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അപ്പവും ഇറച്ചിക്കറിയും. അപ്പൊ അവിടെ ഇരിക്കുന്നവർക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാവോ? നിങ്ങൾ വിചാരിക്കും അയ്യോ നോൺ വെജ് അവർക്ക് കൊടുക്കരുത്. നിങ്ങൾ കഴിക്കണ്ട, നിങ്ങൾ തിന്ന് മടുത്ത് കിടക്കുന്ന ആ പാവങ്ങൾ അവരെങ്ങനെ വലിയ ജ്ഞാനപീഠം കയറാനിരിക്കുന്നവരല്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഇഡ്ഡലി കൊടുക്കുമ്പോൾ തന്നെ അവർ നിങ്ങളെ ശപിക്കും. വരുന്ന അടുത്ത ഇഡ്ഡലി. വൈകുന്നേരം നിങ്ങൾ കൊടുത്താലും ഇതേ കണക്കാണ്. പിന്നെയോ അപ്പൊ ആ ദാനധർമ്മങ്ങൾ അതാരായി മാറുന്നു? ദുഷ്പ്രവൃത്തിയായി മാറുന്നു. നമ്മുടെ പൊതു സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം ദുഷ്പ്രവൃത്തിയാണ്. ഇപ്പോ ഒരു മിഷണറി, ഒരു ക്രിസ്ത്യൻ മിഷണറി തൻ്റെ ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ നിങ്ങൾ പൊതു സേവനങ്ങൾ ചെയ്യണം. അപ്പോൾ കുട്ടികൾ പറഞ്ഞു മനസ്സിലായില്ല, ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കുമോ? അപ്പോൾ അദ്ദേഹം മിഷണറി പറഞ്ഞു, നോക്കൂ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധ റോഡ് മുറിച്ചു കടക്കാൻ വയ്യാതെ വിഷമിക്കുന്നു, വാഹനങ്ങൾ ഓടുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ കൈ പിടിച്ച് വൃദ്ധയെ അപ്പുറത്ത് എത്തിക്കണം. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നിശ്ചയമായും നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചെയ്യാം. പിറ്റേ ദിവസം ക്രിസ്ത്യൻ മിഷണറി ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ആ ക്ലാസ്സിൽ ഇരുന്ന് ഒരുത്തൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അപ്പൊ പറഞ്ഞു, മിടുക്കൻ, നീ എന്താ ചെയ്തത്? ഞാൻ ഒരു വൃദ്ധയെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചു. അപ്പം മിഷണറി അവന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, നന്നായിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തവൻ പറഞ്ഞു, ഞാനും ചെയ്തു. അപ്പൊ ചോദിച്ചു, നീ എന്താ ചെയ്തത്? ഞാനും ഒരു വൃദ്ധയെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചു. അപ്പോൾ പറഞ്ഞു, നന്നായി. മൂന്നാമത്തവൻ പറഞ്ഞു, ഞാനും ചെയ്തു. അപ്പൊ ചോദിച്ചു, നീ എന്താ ചെയ്തത്? ഞാനും ഒരു വൃദ്ധയെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചു. അപ്പോൾ മിഷണറിക്ക് ഒരു സംശയം, എടാ ഇത്രയും വൃദ്ധമാരോ ഇങ്ങനെ മുറിച്ചു കടക്കാൻ പറ്റാതെ നിൽക്കുന്നത്? അപ്പൊ ചോദിച്ചു, നിങ്ങൾ എവിടാണ് ഇത് മുറിച്ചു കടക്കാൻ സഹായിച്ചത്? അപ്പൊ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. സമയം ചോദിച്ചപ്പോ 3 പേര് ഒരേ സമയം. അവസാനം പറഞ്ഞു വന്നപ്പോൾ 3 പേരും ഒരേ വൃദ്ധയെയാണ് റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചത്. അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരാളെ റോഡ് മുറിച്ചു കടക്കാൻ 3 പേരെങ്ങനെ സഹായിച്ചു? അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് വൃദ്ധയെ മുറിച്ചു കടക്കണം, അത് പൊതുസേവനമാണെന്ന്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു വൃദ്ധ റോഡരികിൽ നിൽക്കുന്നു, അവർക്ക് റോഡ് മുറിച്ചു കടക്കണ്ട, അവിടെ നിന്നാ മതി. ഞങ്ങൾ വിടുവോ? അങ്ങ് പറഞ്ഞതില്ലേ പൊതുസേവനം ചെയ്യണമെന്ന്? ഞങ്ങൾ ആ വൃദ്ധയുടെ കൈ പിടിച്ചു, അവര് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയെങ്കിലും വലിച്ച് റോഡ് മുറിച്ചു കടത്തി അപ്പുറം കൊണ്ടുപോയി. അപ്പൊ ഇവ ഓടി വന്നു, അവരെടുത്ത് പറഞ്ഞു, ബാ ഇനി ഞാൻ ഇപ്പുറം പോവാൻ സഹായിക്കാം. അവര് പ്രാവി കൊണ്ടുവന്നു, ഇവൻ വലിച്ചരച്ച് ഇപ്പുറം കൊണ്ടുവന്ന് സഹായിച്ചു. അപ്പൊ മൂന്നാമത്തവൻ പറഞ്ഞു, റോഡ് മുറിച്ചു കിടക്കാൻ ഞാൻ സഹായിക്കാം, ബാ പിടിച്ചു വലിച്ച് അപ്പുറം കൊണ്ടുപോയി. ഇതാണ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നു, അത് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് വന്ന് ചെയ്യുന്നതല്ല. അപ്പൊ സാക്ഷാൽ ശ്രീബുദ്ധ ഭഗവാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടണമെങ്കിൽ യഥാർത്ഥ സന്തോഷം എന്താണ്? ഇല്ലേ, പിറവിയിൽ പിന്നെ തുടങ്ങി പട്ടടയിൽ അവസാനിക്കുന്നതാണോ ജീവിതം? പിറവിക്കും മരണത്തിനും അപ്പുറമുണ്ടോ? ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്പർ 1, ദുഷ്പ്രവർത്തികൾ ചെയ്യരുത്. ദുഷ്പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ ബോധപൂർവമല്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾ ആണ്. ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് പരബ്രഹ്മം എന്തെന്ന് തിരിച്ചറിയാൻ അധികം സമയം ഒന്നും വേണ്ട. ഒരു മനുഷ്യൻ ഒരൊറ്റ ദിവസം 24 മണിക്കൂർ മറ്റൊന്നും ചിന്തിക്കാതെ ധ്യാനത്തിൽ ഇരുന്നാൽ, ഒരു മനുഷ്യൻ 24 മണിക്കൂർ
ഒന്നും ചിന്തിക്കാതെ ധ്യാനത്തിലിരുന്നാൽ നിശ്ചയമായും അവൻ പരബ്രഹ്മം എന്തെന്ന് മനസ്സിലാക്കി അവനും ഒരു ബുദ്ധനായി മാറും. വെറും 24 മണിക്കൂർ മാത്രം നിങ്ങൾക്കൊന്നും ചിന്തിക്കാതെ, കണ്ണും പൂട്ടിയുള്ള ധ്യാനം വേണമെന്നില്ല, ഒന്നും ചിന്തിക്കാതെ 24 മണിക്കൂർ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വാച്ചെടുത്ത് വെച്ചിട്ടൊന്ന് ഇരുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ചിന്ത വരും. 1 സെക്കൻഡ് ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ ഉടനെ നിങ്ങളെ കബളിപ്പിക്കാൻ ചിന്ത വരും. അപ്പൊ ഞാൻ ഈ 1 മിനിറ്റ് ഒന്നും ചിന്തിച്ചില്ലല്ലോ, ദാവം വീണ്ടും കയറി കഴിഞ്ഞു. ഇനി വർദ്ധമാന മഹാവീരൻ പറയുന്നത് 24 മണിക്കൂർ വേണ്ട, നിങ്ങൾക്ക് 48 മിനിറ്റ് ധ്യാനത്തിലിരിക്കാൻ പറ്റുമോ? ഇവിടെ ധ്യാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണും പൂട്ടി ഇരിക്കുന്ന ആ മെഡിറ്റേഷൻ അല്ല, അങ്ങനെയും ആയിക്കോട്ടെ. 48 മിനിറ്റ് മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങൾ പല പല പ്രവർത്തികളിൽ മുഴുകാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങൾ പരബ്രഹ്മത്തിന്റെ അടുത്തെത്തി. ഇനി ഒന്നുകൂടി പറയുന്നു, അതിനും പറ്റത്തില്ലെങ്കിൽ 24 മിനിറ്റ് പറ്റുമോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പരബ്രഹ്മം എന്തെന്നറിയുന്നതിന് അതല്ല എന്നുണ്ടെങ്കിൽ, നേരത്തെ ബുദ്ധൻ പറഞ്ഞ സത്യം എന്താണ്? സന്തോഷം പിറവിയിൽ തുടങ്ങി പട്ടടയിൽ ഒടുങ്ങുന്നതാണോ ജീവിതം? ഈ ജീവിതം ഒരു സ്വപ്നമാണോ? എന്തെങ്കിലും വാസ്തവമുണ്ടോ? പിറവിക്കും മരണത്തിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ? അതിനെ അതിജീവിക്കുന്നതുണ്ടോ? ഇതിൻ്റെ ഉത്തരം കിട്ടാൻ 24 മിനിറ്റ് ഒന്നും ചിന്തിക്കാതെ ധ്യാനത്തിൽ ഇരുന്നാൽ പകുതി ഉത്തരം കിട്ടി. 48 മിനിറ്റ് ആണെങ്കിൽ ഏതാണ്ട് മുക്കാപ്പങ്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ. വെറും 48 മിനിറ്റ് മതിയെന്ന് വർദ്ധമാന മഹാവീരൻ പറയുന്നു. ബുദ്ധൻ പറയുന്നു വെറും 24 മണിക്കൂർ, അതായത് ഒരു ദിവസം മുഴുവൻ നിങ്ങൾ അങ്ങനെ ധ്യാനത്തിൽ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് നിശ്ചയമായും പറ്റും. അപ്പൊ രാധേ രാധേ ചാനൽ കാണുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. 24 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഇനി ശ്രീബുദ്ധൻ പറയുന്നു ഇതിൻ്റെ ഉത്തരം കിട്ടാൻ, 1, ദുഷ്പ്രവർത്തികൾ ചെയ്യരുത്, 24 മിനിറ്റെങ്കിലും നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ കഴിയുക. 3, നിങ്ങൾ ഒരിക്കലും അജ്ഞതയിൽ കഴിയരുത്, നിങ്ങൾക്ക് ജ്ഞാനം എന്നതുണ്ടായിരിക്കണം. അപ്പൊ എന്താണ് അജ്ഞത? അജ്ഞത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെയാണ് നമ്മൾ അജ്ഞത എന്ന് വിളിക്കുന്നത്. നമ്മൾ അറിവുള്ളവനെന്ന് വിളിക്കുന്നത് MSc PhD ഇങ്ങനെ വെക്കാൻ ഡിഗ്രികളുള്ളവരെയാണ് നമ്മൾ. MBBS FRCS ശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് നിങ്ങളുടെ കണ്ണിൽ അറിവുള്ളവൻ. അപ്പൊ പഠിക്കുന്നവൻ, കോളേജിലും സ്കൂളിലും പോയി പഠിച്ച് ബിരുദമെടുക്കുന്നവനെ നിങ്ങൾ അറിവുള്ളവനെന്നും അല്ലാത്തവനെ നിങ്ങൾ അജ്ഞനെന്നും വിളിക്കുന്നു. പക്ഷേ ബുദ്ധൻ ആ അർത്ഥത്തിലല്ല. ബുദ്ധൻ അജ്ഞൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? തന്നെക്കുറിച്ച് തന്നെ അറിവില്ലാത്തവനാരോ അവനാണ് അജ്ഞൻ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്ന ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്ന ചോദ്യം ചോദിക്കുക. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നവൻ ആരോ അവൻ പള്ളിക്കൂടത്തിലൊന്നും വേണ്ട, അവനാണ് അറിവുള്ളവൻ. അതിന് ഉത്തരം കണ്ടെത്താത്തവനെല്ലാം അജ്ഞനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡോക്ടർമാരും PhD എടുത്തവനും കോളേജ് പ്രൊഫസർമാരും, മനസ്സിലായില്ലേ, MBBS ഡോക്ടർമാരും അല്ല FRCS ഡോക്ടർമാരും എല്ലാം അജ്ഞന്മാരാണ്. കാരണം അജ്ഞതയിൽ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഒരു ഡോക്ടർ പോലും അയാളുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിവില്ല. നിങ്ങൾ അജ്ഞനായതുകൊണ്ട് ഡോക്ടറുടെ കാലേ ചെന്ന് വീഴും, എൻ്റെ ജീവൻ രക്ഷിക്കണേ. പക്ഷെ ആ പാവൻ ഡോക്ടർക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വെക്കുക. ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നവൻ ആരോ അവനാണ് അറിവുള്ളവൻ. അങ്ങനെ കണ്ടെത്തിയ ആളാണ് രമണ മഹർഷി. ഈ കൈയാണോ ഞാൻ? കൈയില്ലാത്തവനും പറയും ഞാൻ നാളെ വരാമെന്ന്. കാലാണോ ഞാൻ? കാലില്ലാത്തവനും പറയും ഞാൻ നാളെ വരാമെന്ന്. ഹൃദയമാണോ ഞാൻ? അല്ല. ഈ ഹൃദയവും ഇളക്കി എടുത്തുകൊണ്ട് പോയി ചാവുന്നവൻ്റെ നിന്ന് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? വേറെ ആർക്കെങ്കിലും വെക്കുന്നു.
കരളാണോ ഞാൻ, കൊടലാണോ ഞാൻ, ആമാശയമാണോ ഞാൻ, ഇങ്ങനെ ഓരോ അവയവവും എടുത്തെടുത്ത് വരിക. കണ്ണാണോ ഞാൻ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ പുറമേ കാണുന്ന ഈ കണ്ണും മൂക്കും കൈയും അകമേ ഉള്ള കൊടലും പണ്ടവും ഒന്നുമല്ല ഞാൻ. പിന്നെയോ ഈ ഹൃദയത്തെ പ്രവർത്തിപ്പിക്കുന്ന, കൊടലിനെ പ്രവർത്തിപ്പിക്കുന്ന, രക്തത്തെ ഓട്ടിക്കുന്ന, എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, ചൂണ്ടിക്കാണിക്കാത്ത ഏതോ ഒന്നാണ് ഞാൻ. ആ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തതൊരു ഉജ്ജ്വല പ്രകാശമാണ്. അതൊരു കുഞ്ഞു പ്രകാശമായി നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആ അറിവ് കിട്ടിക്കഴിയുമ്പോൾ ആ കുഞ്ഞു പ്രകാശം അതിൻ്റെ ഒറിജിനൽ പ്രകാശമായി മാറുന്നത് കാണാം. അങ്ങനെ ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നവനെയാണ് യഥാർത്ഥത്തിൽ അറിവുള്ളവൻ എന്ന് പറയുന്നത്. അല്ലാതുള്ളവനെല്ലാം അജ്ഞന്മാരാണ്. വിദ്യാഭ്യാസമല്ല ഇതിൻ്റെ അളവുകോല്. നോക്കുക, പ്രശസ്തനായ കബീർ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ല. കബീർ തന്നെ പറയും, ഞാൻ കടലാസിലോ മഷിയിലോ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കടലാസ് വായിക്കാൻ, മഷി എഴുതാൻ. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, അല്ലയോ കബീറെ, നിങ്ങൾ വേദങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉപനിഷത്തുകൾ വായിച്ചിട്ടുണ്ടോ? ഗീത വായിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ കബീർ പറഞ്ഞ മറുപടി ഉണ്ട്, ലിഖാ ലിഖീകി ഹൈ നഹീം. ഓർമ്മിക്കുക, സത്യത്തെ ഒരിക്കലും അക്ഷരങ്ങളിലും കടലാസുകളിലും ഒതുക്കി നിർത്താൻ പറ്റില്ല. സത്യം വിവരണത്തിനും വിശദീകരണത്തിനും അപ്പുറമാണ് എന്ന് നമ്മുടെ വേദങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിവെന്ന സാധനം കിട്ടുകയില്ല. വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ ആശ്രയിക്കുന്നവൻ അവൻ ഉറങ്ങുകയാണ്, അവൻ അജ്ഞനാണ്, അവൻ വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. ഇപ്പൊ വേദങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഉപനിഷത്തുകളിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു ഇങ്ങനെ പറയുന്നു, കൃഷ്ണൻ ഇങ്ങനെ പറയുന്നു, അത് നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് സ്വയം കണ്ടെത്താൻ നിങ്ങൾ മടിക്കുന്നു. ഇപ്പൊ ഓർമ്മിക്കുക, ക്രിസ്തു ഇങ്ങനെ പറയുന്നു, ബുദ്ധൻ ഇങ്ങനെ പറയുന്നു, ഇത് സത്യമാണെന്ന് ആർക്കറിയാം? ബുദ്ധൻ പറയുന്നു, ഞാൻ ഇന്ന കണക്കൊക്കെ കണ്ടു. ക്രിസ്തു പറയുന്നു, ഞാൻ ഇന്ന കണക്ക് കണ്ടു. ഇത് സത്യമാണെന്ന് ആർക്കറിയാം? അവർക്കും ഏതെങ്കിലും കാരണവശാൽ അവർ വഞ്ചിക്കപ്പെട്ടതാണെങ്കിലോ? അതുകൊണ്ടാണ് ബുദ്ധൻ പറയുന്നത്. ബുദ്ധൻ മാത്രമാണ് സത്യസന്ധമായി പറയുന്നത്. ബുദ്ധൻ പറയുന്നു, ആനന്ദ, നീ എന്നിൽ വിശ്വസിക്കാതെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് നീ സ്വയം കണ്ടെത്തൂ എന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറയുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്രിസ്തു പറഞ്ഞതിൽ വിശ്വസിക്കുകയല്ല വേണ്ടത്. നിങ്ങളൊരു ക്രിസ്ത്യാനി ആവുകയല്ല, ക്രിസ്തു ആകണം. ക്രിസ്തു ആകണമെന്ന് പറഞ്ഞാൽ ക്രിസ്തു ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ ഒരാളാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആര്? അദ്ദേഹം ചിന്തകളെ അടക്കി ഈ പ്രപഞ്ച രഹസ്യം എന്തെന്ന് കണ്ടെത്തിയ ആളാണ് ക്രിസ്തുവും പിന്നെ ബുദ്ധനും ഒക്കെ. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് സത്യം കിട്ടില്ല, മറിച്ച് നിങ്ങൾ ക്രിസ്തുവായി മാറണം. നിങ്ങളൊരു ബുദ്ധിസ്റ്റ് ആയതുകൊണ്ട് സത്യം കിട്ടില്ല, നിങ്ങൾ ബുദ്ധനായി മാറണം. നിങ്ങളൊരു കൃഷ്ണഭക്തനായതുകൊണ്ട് സത്യം കിട്ടില്ല, നിങ്ങൾ തന്നെ കൃഷ്ണനായി മാറണം. അങ്ങനെയാണെങ്കിലേ സത്യം എന്തെന്ന് കിട്ടൂ. അപ്പൊ ബുദ്ധൻ തന്നെ പറയുന്നു, നിങ്ങൾ പുസ്തകങ്ങളിൽ വിശ്വസിക്കാതെ, ഈ ഞാൻ പറയുന്നത് പോലും വിശ്വസിക്കാതെ മഹത്തുക്കൾ പറയുന്നത് സത്യമാണോ എന്ന് നീ സ്വയം പരിശോധിച്ച് അറിയുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബുദ്ധൻ ചോദിച്ച പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ: 1, സന്തോഷം എന്നത് യഥാർത്ഥത്തിൽ ഉണ്ടോ? അത് സത്യമാണോ? അവിടെ ഒരു കാര്യവും കൂടെ ബുദ്ധൻ പറയുന്നുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് ആർക്ക് മാത്രമുള്ളതാണെന്നറിയാമോ? ആഗ്രഹങ്ങൾ ഇല്ലാത്തവനും മാത്രമേ സന്തോഷം ഉണ്ടാവൂ. ആരാണോ ആഗ്രഹമുള്ളവൻ
അവന് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടായില്ല. നമ്മൾ നമ്മുടെ കുട്ടികളെ എപ്പോഴും പഠിപ്പിക്കും, നീ ഒരു ആഗ്രഹം വേണം, ആഗ്രഹം വെച്ചാലേ നീ ഒന്നാമനാകൂ. ഇന്ന് വരെ ഒന്നാമനായിട്ടുള്ള ഒരാൾ ഒരിക്കലും സന്തുഷ്ടനേ അല്ല. നിങ്ങൾ സകല ആഗ്രഹങ്ങളും സകലതും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സന്തുഷ്ടരാകും. ഇപ്പൊ ഡയോജനിസ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഭിക്ഷാപാത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം, അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, ബുദ്ധന് പോലും ഒരു ഭിക്ഷാപാത്രവും 3 വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ഡയോജനിസിന്റെ കയ്യിൽ ഒരു ഭിക്ഷാപാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഡയോജനിസ് നദിയിൽ വന്ന്, അപ്പോൾ ഭയങ്കര ചൂട്, അല്പം വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് ഈ ഭിക്ഷാപാത്രം എടുത്ത് വെള്ളം എടുക്കാൻ പോയപ്പോൾ ഡയോജനിസ് കാണുകയാണ്, ഒരു നായ ഓടി വന്ന് വെള്ളത്തിൽ ചാടി വീണ് അവൻ അതിനകത്ത് കിടന്ന് മുങ്ങി കുളിച്ച് അവൻ ആവശ്യത്തിനുള്ള വെള്ളവും കുടിച്ചു. അപ്പോൾ ഡയോജനിസ് വിചാരിച്ചു, ഈ നായ എന്ത് സ്വതന്ത്രനാണ്, അവൻ്റെ കയ്യിൽ ഒരു ഭിക്ഷാപാത്രം പോലുമില്ല, എൻ്റെ കയ്യിലാകട്ടെ ഒരു ഭിക്ഷാപാത്രമുണ്ട്. ഇത് രാത്രി ആരെങ്കിലും എടുത്തുകൊണ്ടു പോകുമോ എന്നും നോക്കണം. ഇതൊരു തടസ്സമാണ്. ഡയോജനിസ് ആ ഭിക്ഷാപാത്രം എടുത്തെറിഞ്ഞു. എന്നിട്ട് നായയെ നമസ്കരിച്ചു. ഞാൻ നിന്നിൽ നിന്നൊരു വലിയ പാഠം പഠിച്ചിരിക്കുന്നു. ആ ഭിക്ഷാപാത്രവും ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഡയോജനിസ് വളരെ സന്തുഷ്ടചിത്തനായി മാറി. അതുകൊണ്ടാണ് ഒന്നാമനായ അലക്സാണ്ടർ ചക്രവർത്തി ഡയോജനിസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഇനി ഒരു ജന്മം നിനക്ക് വേണമോ? ആരായി ജനിക്കണമെന്ന് ദൈവം ചോദിച്ചാൽ ഞാൻ പറയും, ഇനി ഒരു ജന്മം എനിക്ക് ഡയോജനിസായി ജനിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഡയോജനിസ് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത് അങ്ങ്. നോക്കൂ, അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാകുമോ എന്നറിയാൻ വയ്യ. അടുത്ത ജന്മം എന്തെന്ന് ആർക്കറിയാം? അത് ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം? അങ്ങ് എന്തിനാണ് അടുത്ത ജന്മം വരെ കാത്തിരിക്കുന്നത്? അങ്ങേക്ക് ഡയോജനിസ് ആകണമെങ്കിൽ ഇപ്പം ഈ നിമിഷം അങ്ങേക്കാകാം. അങ്ങൊരു കാര്യം ചെയ്യൂ, അങ്ങയുടെ ഈ വസ്ത്രങ്ങൾ ഊരി നദിയിലേക്ക് എറിയൂ. എന്നിട്ട് എന്നോടൊപ്പം ഈ വിശാലമായ മണൽപ്പരപ്പിൽ കിടക്കൂ. നമ്മളെ രണ്ടുപേരെയും ഉൾക്കൊള്ളാൻ തക്കവണ്ണം വിശാലമാണിത്. അങ്ങ് പറയുന്നു ഡയോജനിസ് എന്നേക്കാൾ സന്തുഷ്ടനാണെന്ന്, ഇല്ലേ? ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടറിന് ഡയോജനിസിനെ കണ്ടപ്പോൾ അസൂയാണ് വന്നത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങ് പറയുന്നു, ഞാൻ സന്തോഷം അനുഭവിക്കുന്നു. ഞാൻ സന്തോഷം അനുഭവിക്കുന്നത് ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. അല്ലയോ ചക്രവർത്തി, അങ്ങേക്ക് സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഒന്ന്, ഈ ലോകം മുഴുവൻ കീഴടക്കണം, അത് നേടണം, ഇത് നേടണം എന്ന മോഹം ഉപേക്ഷിക്കൂ. ആ വസ്ത്രമെടുത്ത് ആറ്റിലേക്ക് കളയൂ. ഇപ്പം ഈ നിമിഷം അങ്ങേക്ക് ഡയോജനിസ് ആകാം. അപ്പോൾ പറഞ്ഞു, ഇപ്പം എനിക്കതിന് പറ്റില്ല, എനിക്ക് ഈ ലോകം മുഴുവൻ ഒന്ന് കീഴടക്കണം. അപ്പൊ ചോദിച്ചു, ലോകം മുഴുവൻ കീഴടക്കിയിട്ട് അങ്ങ് എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പോൾ പറഞ്ഞു, എനിക്ക് വിശ്രമിക്കണം. അപ്പൊ ഡയോജനിസ് വീണ്ടും ചിരിച്ചിട്ട് പറഞ്ഞു, നല്ല കഥയായി പോയി. നോക്കൂ, ലോകം മുഴുവൻ കീഴടക്കിയാലേ അങ്ങേക്ക് വിശ്രമിക്കാൻ പറ്റുമെന്ന്. ഒന്നും കീഴടക്കാതെ ഞാൻ ഇപ്പോഴേ വിശ്രമിക്കുന്നു. അപ്പോൾ പിന്നെ അങ്ങ് ഈ കാണിക്കുന്നത് എന്തൊരു ഭ്രാന്താണ്. അങ്ങേക്ക് ഇപ്പൊ ഡയോജനിസ് ആകാം, വരൂ. പക്ഷെ അലക്സാണ്ടർ ചക്രവർത്തി സ്നേഹപൂർവ്വം ആ ക്ഷണം നിരസിച്ചിട്ട് പോയി. പിന്നെ അന്ത്യത്തിൽ ഒരു ഡയോജനിസ് ആകാത്തതിൽ ദുഃഖിക്കുന്നതും നാം കണ്ടു. അപ്പോൾ യഥാർത്ഥമായ സന്തോഷം ബുദ്ധൻ പറയുന്നു, ഒന്നും എനിക്ക് ഈ ഭൂമിയിൽ അത് വേണ്ട എന്നാര് തീരുമാനിക്കുന്നുവോ, ആവശ്യം, ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഭഗവാൻ ഇങ്ങനെ തരുന്നു. അതിനപ്പുറം എനിക്കായിട്ടൊരു യാതൊരു ആഗ്രഹവുമില്ല. അവന്റെ മനസ്സിലാണ് യഥാർത്ഥ സന്തോഷം വരുന്നത്. കണ്ടിട്ടില്ലേ മുയലുകൾ തുള്ളിച്ചാടി നടക്കുന്നത്? ആ മുയലുകളെ സംബന്ധിച്ചിടത്തോളം നാളത്തേക്കുള്ള ഭക്ഷണം കരുതി വെക്കണമെന്ന വെപ്രാളമില്ല. അത് കിട്ടുമോ എന്ന ചിന്തയില്ല മുയലുകൾക്ക്. അവർക്ക് ടാക്സ് അടയ്ക്കണ്ട, വാടക കൊടുക്കണ്ട, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട. മുയൽക്കുട്ടികൾ തുള്ളിച്ചാടി മറിയുന്നത് കണ്ടിട്ടുണ്ടോ? കാട്ടിൽ ആനക്കുട്ടികൾ ഓടിച്ചാടി നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? മാൻപേടകൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരാഗ്രഹങ്ങളെ കീഴടക്കിയവരാണ്. അപ്പൊ ബുദ്ധൻ പറയുന്നു, യഥാർത്ഥ സന്തോഷം എവിടുന്ന് കിട്ടും? അത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നതൊന്നല്ല, ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നവന്റെ മുന്നിൽ. പിന്നെ
ജനനത്തിൽ പിറവിയിൽ തുടങ്ങി പട്ടടയിൽ ഒതുങ്ങുന്നതാണോ ജീവിതം? ജീവിതം ഒരു സ്വപ്നമാണോ? ജനനത്തിനും മരണത്തെയും അതിജീവിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇത് കണ്ടെത്താൻ നിങ്ങളെ വേദങ്ങൾ, ഉപനിഷത്തുകൾ അല്ലെങ്കിൽ മറ്റു മതഗ്രന്ഥങ്ങൾ, അത് ഏത് മതത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, ഒരു മതഗ്രന്ഥങ്ങളും ഒരു ദൈവവും നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. ഒന്ന്, ദുഷ്പ്രവർത്തികൾ ഉപേക്ഷിക്കുക. ദുഷ്പ്രവർത്തി ഇപ്പൊ അറിയാം. 2, അജ്ഞനാകരുത്, അറിവുള്ളവനാകണം. ഞാൻ ആരെന്ന് സ്വയം കണ്ടെത്തണം. 3, 24 മിനിറ്റെങ്കിലും നിങ്ങൾ ധ്യാനത്തിലിരിക്കുക. അപ്പോൾ നിങ്ങളൊരു കണ്ണാടിയായി മാറും. ആ കണ്ണാടിയിൽ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവൻ ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യാനാ പറയുന്നത്. രാധേ രാധേ പ്രേക്ഷകരെ, 24 മിനിറ്റ് നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ ധ്യാനത്തിൽ? ഒന്നും വേണ്ട, നിങ്ങളെ ഇഷ്ടദേവനെ മാത്രം പ്രാർത്ഥിച്ച് ഒന്നും ചിന്തിക്കാതെ 24 മിനിറ്റ് വേണ്ട. 12 മിനിറ്റിൽ നിങ്ങൾ തുടങ്ങും. വേണ്ട, ഒരു ദിവസം നിങ്ങൾ 6 മിനിറ്റ് ഒന്നും ചിന്തിക്കാതിരിക്കാമോ? 6 മിനിറ്റ്. അടുത്ത ദിവസം 12 മിനിറ്റ്, പിന്നെ അത് 24 മിനിറ്റ്. അപ്പൊ തന്നെ നിങ്ങൾ പരബ്രഹ്മത്തിലേക്കുള്ള ചവിട്ടുപടി കയറി. മഹാവീരൻ പറയുന്നു 48 മിനിറ്റ് ഇരുന്നാൽ പരബ്രഹ്മം കണ്ടു കഴിഞ്ഞു. ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി കഴിഞ്ഞു. ബുദ്ധൻ പറയുന്നു 24 മണിക്കൂർ ഇരുന്നാൽ നിങ്ങളും ഒരു ബുദ്ധനായി. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത